അങ്ങനെ ഫായിയുടെ നേതൃത്വത്തിൽ കിച്ചൺ ടീം രാജിവെച്ച് പുറത്തു പോകുന്നു. നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ രാജി. അപ്സര, ശരണ്യ, നന്ദന, ഫായി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ രാജി നടന്നിരിക്കുന്നത്. ബിഗ് ബോസിൽ നേരത്തെ ഒരു സംഭവം നടന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാര്യമൊന്നുമല്ല, ഇന്ന് കിച്ചൺ ടീമിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അപ്പം ഗസ്റ്റായ ഫാബു ഇവർക്ക് ടിപ്പായിട്ട് 20 പോയിൻ്റ് കൊടുത്തിരുന്നു. ആ പോയിൻ്റ് തിരിച്ചു കൊടുക്കണം, അവരുടെ പ്രകടനം വളരെ മോശമാണ് എന്ന് ഫാബു പറഞ്ഞു. അത് നേരത്തെ തന്നെ ബിഗ് ബോസ് പറഞ്ഞതാണ്, ആവശ്യമെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ അത് തിരിച്ച് മേടിക്കാമെന്ന്. ഋഷി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ കാശ് തിരിച്ചു കൊടുക്കാൻ ഈ ഫായിയുടെ നേതൃത്വത്തിലുള്ള ടീം തയ്യാറാവുന്നില്ല. അവർ ഘോരഘോരം സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം ഋഷി 2 പേരോടും കെഞ്ചി പറഞ്ഞു. പക്ഷേ ഫാബു അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഞാൻ കൊടുത്ത കാശ് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നു. ടീമൊട്ട് ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അങ്ങനെ 2 പേരുടെ തർക്കത്തിനിടയിൽ ഋഷി ആകെപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞു. അവസാനം ഉടക്കായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഫാബു നിൽക്കുകയായിരുന്നു. ഫാബു പറഞ്ഞു, ഇതുപോലെ ഇനി നിങ്ങളെ ഞാൻ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അവർ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് മോഷണം പോയതായിട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞു. അത് ഋഷിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം പ്രത്യേകിച്ച് ക്യാപ്റ്റനും കൂടാണ്. നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് ഇത് ഇങ്ങനൊരു മോഷണം നടന്നതായിട്ട് നമുക്ക് നാണക്കേടാണെന്ന് പവർ ടീമിനോട് പറയുന്നു. പവർ ടീം നമ്മുടെ കിച്ചൺ ടീമിനെ വിളിച്ച് സംസാരിക്കുന്നു. കാശ് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ തിരിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ 2 പേരെ ഞങ്ങൾ പറഞ്ഞു വിടും, രാജിവെപ്പിക്കും എന്ന് പറയുന്നു. അത് വേണ്ട, ഞങ്ങളെല്ലാവരും കൂടെ രാജിവെച്ച് പിന്മാറാൻ തയ്യാറാണ്. ഈ ടാസ്കിൽ നിന്ന് ഞങ്ങൾക്ക് വയ്യ, ഞങ്ങളെ മോഷ്ടാക്കൾ എന്ന് വിളിച്ചു എന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാണ് കിച്ചൺ ടീം നമ്മുടെ ഫായിയുടെ നേതൃത്വത്തിൽ മാറുന്നത്. നമ്മുടെ ഫാബുവിൻ്റെ മോഷ്ടാക വിളിയിൽ പ്രതിഷേധിച്ച് അങ്ങനെ കിച്ചൺ ടീം രാജിവെച്ചിരിക്കുന്നു. ഈ ടാസ്കിൽ നിന്ന് അവർ പുറത്തയക്കുന്നു ഫായിയുടെ നേതൃത്വത്തിൽ. ഇത് അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, അവരൊക്കെ വിചാരിക്കുന്ന ഭയങ്കര സംഭവമായിട്ട് ഇവിടെ വിജയം കിട്ട് തകർക്കുമെന്നായിരിക്കും പുറത്ത്. പക്ഷേ ഫാബുവിന് നേരത്തെ തന്നെ ബിഗ് ബോസ് കൊടുത്ത ഒരു കാര്യമാണ്, പ്രകടനം മോശമാണെങ്കിൽ കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാവും. അത് കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചിട്ട് കൊടുക്കാനുള്ള മാന്യത, തിരിച്ചു കൊടുക്കാനുള്ള മാന്യത അവർ കാണിക്കണമായിരുന്നു. ഏതായാലും ഇതിനിടയിൽ കഷ്ടപ്പെട്ടത് ഋഷിയാണ്. ഋഷിയെ നമ്മൾക്ക് ഈ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടത് ഫാബു വന്നതിന് ശേഷമാണ്. അതിന് ഫാബുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ.